നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. പൂലേനി ശ്രീ നാരായണ വിജയസഭ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് കൊടിയേറി. യുവജനങ്ങൾക്ക് തൊഴിലവസരമൊരുക്കി കുടുംബശ്രീ ചാലക്കുടി ബ്ലോക്ക് തല തൊഴിൽ മേള സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിന് ഉൽപാദന സേവന മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളുമായി മൂക്കന്നൂർ പഞ്ചായത്ത് വികസന സെമിനാർ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കാഴ്ചശീവേലി നടന്നു. മുരിങ്ങൂർ സെൻട്രൽ മർച്ചന്റ്സ് അസോസിയേഷൻ ഒരുക്കിയ പന്തലിൽ നിന്നാരംഭിച്ച കാഴ്ചശീവേലി ഉച്ചയ്ക്ക് 1 ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് മേളവും പ്രസാദ ഊട്ടും നടന്നു. ഉച്ചകഴിഞ്ഞ് റെയിൽവേ ഗേറ്റ് പരിസരത്തു നിന്നും പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. അതനുസരിച്ച് അന്നദാനത്തിൽ പങ്കെടുക്കാൻ പൂലേനി ശ്രീ നാരായണ വിജയസഭ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാര്യമാത്ര കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മേൽശാന്തി അജയൻ ശാന്തി സഹകാർമ്മികനായി. കൊടിയേറ്റിനു ശേഷം കൊടിക്കൽ പറയും ആരംഭിച്ചു. തുടർന്ന് മെഗാ തിരുവാതിര കലാപരിപാടികൾ എന്നിവ നടന്നു. ഫെബ്രുവരി 1 പ്രസിദ്ധമായ കാവടി മഹോത്സവം. പകലും രാത്രിയും കാവടിയാട്ടവും വൈകിട്ട് പൂരവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 2 ഞായറാഴ്ച പള്ളിവേട്ടയും തിങ്കളാഴ്ച ആറാട്ടും നടക്കും. പ്രസിഡന്റ് തരുൺ പെരിങ്ങാത്ര, സെക്രട്ടറി ജോഷി മണപ്പറമ്പിൽ, ട്രഷറർ ലോഹിതാക്ഷൻ മല്ലശ്ശേരി, കൺവീനർ അനിലൻ പാട്ടത്തിപ്പറമ്പിൽ, കോർഡിനേറ്റർ മുരളി നാനാട്ടി എന്നിവർ നേതൃത്വം നൽകി.
ചാലക്കുടി ഫാസ് നൃത്തസംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്നമനയുടെ ബാബുരാജ് മാസ്റ്റർക്ക് ആദരവ് നൽകുമെന്ന് ഫാസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുദക്ഷിണ എന്ന പേരിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ ഫാസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയോടെ ഗുരുദക്ഷിണ ആരംഭിക്കും. 4 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ അധ്യക്ഷത വഹിക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഫാസിന്റെ ഗുരുദക്ഷിണ ബാബുരാജ് മാസ്റ്റർക്ക് സമ്മാനിക്കും. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് മംഗളപത്രം സമർപ്പിക്കും. പ്രസിദ്ധ വീണ വിദ്വാൻ A. അനന്തപത്മനാഭൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൌൺസിലർ MM അനിൽകുമാർ, ചലച്ചിത്ര താരം അംബിക മോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ബിജു S. ചിറയത്ത്, കലാഭവൻ ജയൻ, C. ശശിധരൻ, UG സുരേഷ് മേനോൻ, സദാനന്ദം മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഫാസിനെയും ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തെയും പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് ഫാസിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചെറിയൻ, സംഘാടക സമിതി ട്രഷറർ സുരേഷ്, ജനറൽ കൺവീനർ കലാഭവൻ ജയൻ, അതുപോലെ സ്റ്റാഫ് പ്രതിനിധി സദാനന്ദൻ മാസ്റ്റർ, ശശിധരൻ ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പലായി സേവനിച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ചാലക്കുടിയുടെ കലാ സാംസ്കാരിക ലോകത്ത് ഒരു സ്ഥാനം ഫാസിനും ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിനും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒട്ടേറെ കലാകാരന്മാരെ വാർത്തെടുത്ത ഒരു കലാകേന്ദ്രമാണ് ഫാസ് നൃത്ത സംഗീത വിദ്യാലയം. കലാസ്നേഹികൾക്ക് അവാച്യമായ അനുഭൂതി പകർന്നുകൊണ്ടാണ് 1976 ഫാസ് എന്ന ഫൈൻ ആർട്സ് സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അനശ്വരനായ കലാകാരൻ പ്രേം നസീറാണ് ഫാസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം ഒരു 10 പതിറ്റാണ്ടിനു ശേഷമാണ് ഫാസ് നൃത്ത സംഗീത വിദ്യാലയം രൂപം കൊണ്ടത്. അതിൻ്റെ പ്രവർത്തന നിരതമാണ്. യുവജനങ്ങൾക്ക് തൊഴിലവസരം ഒരുക്കി കുടുംബശ്രീ ചാലക്കുടി ബ്ലോക്ക് തല തൊഴിൽ മേള സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല യോജന, കോളേജ് നോളജ് ഇക്കണോമി മിഷൻ എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. ചാലക്കുടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ്, ഫിനാൻസ്, ബിസിനസ്, ഇൻഷുറൻസ്, ഹോസ്പിറ്റാലിറ്റി, മാർക്കറ്റിംഗ്, റീറ്റെയിൽ സെയിൽസ് തുടങ്ങി നിരവധി മേഖലകളിലേക്കുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ തൊഴിൽ മേളയിലൂടെ സാധിച്ചു. 230-ൽ പരം ഉദ്യോഗാർത്ഥികളും 22 തൊഴിൽദാതാക്കളും ഈ മേളയിൽ പങ്കെടുത്തു. 110 പേർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഇടം നേടി. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരുമഠത്തിൽ മുഖ്യ അതിഥിയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ U. സലീൽ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ AK വിനീത എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷനിൽ നടക്കുന്ന തൊഴിൽ മേള 2025 ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശിൽ ഒരു പ്രൊഫസറാണ് SNG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അത് ആശയം നിർത്തിക്കൊണ്ടാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ന് കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് ശേഷം നടന്ന ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനമാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ നടപ്പിലായത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലേക്കൊക്കെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇന്ന് കൈവരിച്ച വലിയ നേട്ടങ്ങൾ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക്, അതുപോലെ തന്നെ സാമൂഹ്യപരമായ പല മേഖലകളിലും ഇന്ന് സംരംഭകരായി, അതുപോലെ ഭരണകർത്താക്കളായും കുടുംബത്തിലെ സാമ്പത്തികമായ അല്ലെങ്കിൽ അത്തരം മേഖലകളിലുമൊക്കെ സാമൂഹ്യപരമായ
വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുവാനായിട്ട് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ കഴിയും. സാമൂഹിക സാഹചര്യത്തിൽ തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ട വീടിൻ്റെ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായിരുന്ന ടി കെ സാമുവലിനെ പിലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. ചായ്പൂഴി സെന്ററിൽ ചേർന്ന 2ാം വാർഷിക അനുസ്മരണ യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ആന്റണി, TB ദേവരാജൻ, ഓമന ജോസ്, ജോസ് വാഴപ്പള്ളി, ബെന്നി നമ്പേലി എന്നിവർ പ്രസംഗിച്ചു. സാമുരാട്ടിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യമായിട്ട് വാക്കുകൾ അർപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ, ഈ നാടിൻ്റെ ക്ഷേമകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കാർഷിക കർഷകരുടെ ഒക്കെ ഒരുപാട് നീർന്ന പ്രശ്നങ്ങൾ ഒരു കാലഘട്ടത്തിൽ ആക്കി ഉയർത്തിയതും ചായപ്പൻകുഴി, പീലാർമൊഴി, വെട്ടിക്കുഴി റോഡ് നിർമ്മാണം, അതുപോലെ തന്നെ മൃഗാശുപത്രി എന്നിങ്ങനെ നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായ അനുഭവിക്കാൻ അനേകം നന്മകൾ ഈ നാട്ടിൽ നൽകിയ ഈ 2ാം ചരമവാർഷിക പരിപാടിയിലേക്ക് അധ്യക്ഷം വഹിക്കുന്ന മണ്ഡലം പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KM ജോസ് അവരുടെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അവരുടെ, നമ്മുടെ പരിയാരം ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ശ്രീ MT ഡേവിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP ജെയിംസ്, പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ CV ആന്റണി, അതോടൊപ്പം ജനറൽ സെക്രട്ടറി TB ദേവരാജൻ, ഓമന ചേച്ചി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ. ആത്മീയതയില്ലാത്ത വൈദികർ ചില ആത്മായരെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ച് സിറോ മലബാർ സഭയെ പൊതുസമൂഹത്തിൽ അവമതിപ്പിന് ഇടയാക്കുന്ന സമരപരിപാടികളിൽ നിന്ന് വിശ്വാസികൾ സ്വയം പിന്മാറണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ എറണാകുളം അങ്കമാലി അതിരൂപത നേതൃസംഗമം ആവശ്യപ്പെട്ടു. അതിരൂപതയിൽ വലിയ നോമ്പിനും മുമ്പ് സമ്പൂർണമായി ഏകീകൃത ബലിയർപ്പണം നടപ്പാക്കണമെന്ന് നേതൃസംഗമം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 16 ഫൊറോനകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. അങ്കമാലി സുരഭി ഹാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഉദ്ഘാടനം ചെയ്തു. CNA ചെയർമാൻ ഡോക്ടർ MP ജോർജ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജോസ് പാറേക്കാട്ടിൽ, അച്ചു റോസ്, ജോർജ് പുല്ലാട്ട്, പോൾസൺ കുടിയിരിപ്പിൽ, MJ ജോസഫ്, ഷൈവി പാപ്പച്ചൻ, അമൽ ചെറുതിരുത്തി, ഡെയ്സി ജോയ്, MA ജോർജ്, ആന്റണി മേയ്ക്കാൻ എന്നിവർ പ്രസംഗിച്ചു. സഭാവിരുദ്ധ യോഗങ്ങൾ സംബന്ധിച്ച് വിശുദ്ധ കുർബാന മധ്യേ പള്ളികളിൽ അറിയിപ്പ് പറയുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കുക, പൊതുസമ്മേളനങ്ങൾ നടത്തി മാർപ്പാപ്പ, ബിഷപ്പുമാർ, സഭാ സിനഡ്, കൂരിയ എന്നീ നേതൃത്വങ്ങളെ മോശമായി പൊതുജന സമക്ഷം നടത്തുന്ന സഭാവിരുദ്ധ സമ്മേളനങ്ങളിൽ നിന്ന് സഭാവിശ്വാസികൾ വിട്ടുനിൽക്കുക, സഭയുടെ വിലക്കുള്ള വൈദികർ അർപ്പിക്കുന്ന കൂദാശകൾ ബഹിഷ്കരിക്കുക തുടങ്ങിയ നടപ്പാക്കണമെന്ന് നേതൃസംഗമം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 16 ഫൊറോനകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. നല്ല 1-2 വ്യക്തികൾ കൂടി 3-5 പേരും കൂടി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ പോയിരുന്നു. ആ ബാക്കിലെ സ്റ്റേജിലേക്ക് നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് നാളെ നോക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആത്മീയതയുടെ പാരമ്പര്യവും ചരിത്രവും മഹിമയും പറയാനല്ല ഇത് പറഞ്ഞുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ 8ാം ക്ലാസ് കഴിഞ്ഞപ്പം ആലപ്പുഴ ഈശ്വര സംഘക്കാരുടെ ബോർഡിലും, പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉജ്ജയിൻ രൂപതയ്ക്ക് വേണ്ടിയുള്ള സംഗമ മിഷണറി സൊസൈറ്റിയുടെ പാലായിലെ സെമിനാരിയിൽ അങ്ങനെ 4 വർഷം സുമാരുടെ ജീവിച്ചതാണ്. അപ്പം അന്നൊക്കെ നമ്മളെ പള്ളിയിൽ പോകുമ്പോൾ എന്തൊരു തീക്ഷ്ണത. മാലിന്യ സംസ്കരണത്തിന് ഉൽപാദന സേവന മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളുമായി മൂക്കന്നൂർ പഞ്ചായത്ത് വികസന സെമിനാർ അവതരിപ്പിച്ചു. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ബിബേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലാലി ആൻഡു, MO ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രേസി ചാക്കോ, സ്ഥിരം സമിതി അധ്യക്ഷനായ NO കുര്യച്ചൻ, സിനി മാത്തച്ചൻ, അംഗങ്ങളായ CG ജീജ, KS മൈക്കിൾ, ലൈജോ ആൻഡു, CA രാഘവൻ,
ജോഫിന ഷാൻഡോ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PL ഡേവിസ്, സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. MP പൗലോസ്, MP ഗീവർഗീസ് മാസ്റ്റർ, PA കരുണാകരൻ, ജോസ് വെട്ടിക്ക, KV ദേവസി, ലിസി ജെയിംസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അതോടൊപ്പം നല്ല ഒരു കരട് രേഖയാണ് ഇവിടെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഫണ്ടിൻ്റെ അപര്യാപ്തത. ഇപ്പോൾ സർക്കാർ ഫണ്ട് അനുവദിച്ച് തരുന്നതിൽ കുറവാണ്. കിട്ടുന്ന ഫണ്ട് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ വാർഡിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് ഓരോ മെമ്പർമാർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സദസ്സിലുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ, അതുപോലെ തന്നെ വികസന സമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട ഗ്രാമനിവാസികൾ, ഞാൻ മുന്ന് എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ അവിടെ ഇരുത്തിയിട്ട് മൈക്ക് വാങ്ങാൻ കാരണം എനിക്കൊരു പ്രോഗ്രാമിന് പോകാനുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ആയി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ സഹകരിക്കുന്നതിനും ഈ ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരുന്ന പദ്ധതികളെ കുറിച്ചും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വികസന രേഖ, കരട് രേഖ വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ PL ഡേവിസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുൻ ജനപ്രതിനിധികൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, അതോടൊപ്പം മൂക്കന്നൂരിൻ്റെ വികസന കാര്യങ്ങളിൽ, പശ്ചാത്തല സൗകര്യ വികസനങ്ങളിൽ ഒക്കെയും അതിൻ്റെ നെടുംതൂണുകളായി പ്രവർത്തിച്ചു വരുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മറ്റ് അഭ്യുദയകാംക്ഷികൾ, നടന്ന് നമ്മളിപ്പോൾ വികസന സെമിനാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ വികസന സെമിനാർ ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഇത്രയും പേര് വന്നതിൽ ഏറെ സന്തോഷം അറിയിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ KV ബിബീഷ് അവർകളെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ തികച്ചും ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അനിമോൾ ബേബി, ഏത് കാര്യത്തിന് നമ്മൾ വിളിച്ചാലും വിളിപ്പുറത്ത് നമ്മുടെ കാര്യങ്ങൾ പങ്കെടുക്കുകയും നല്ല നിർദ്ദേശങ്ങൾ കൊണ്ടും ഇവിടെ എത്തിച്ചേരുന്ന, അതുപോലെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇനിയൊരു ഇടവേള.